ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനിതൊരു അവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമ്മുടെ കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുളക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഒരു 5 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിതവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനതവിടെ ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3 കഷ്ണം ചെറിയ പട്ട, ഒരു 3 ഗ്രാമ്പു 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഉള്ളിയാണ് കേട്ടോ. ഞാനൊരു 2 വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിട്ടെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടെടുക്കാം. ഞാനിത് അവിടെ ഒരു 1/2 സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗരം മസാല 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഞാനൊരു 1.5 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മഞ്ഞളും ഉപ്പും തേച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ മസാലയൊക്കെ നമ്മുടെ ഈ ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇതിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ തന്നെയാണ് നമ്മളിത് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അതങ്ങനെ നമ്മുടെ കുക്കർ ഇനി തുറന്ന് നോക്കട്ടോ. നന്നായിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
രണ്ട് പീസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.